കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നിലവിൽ 32 കേസുകളിൽ അന്വേഷണം നടന്നതായി SIT ഹൈക്കോടതിയിൽ. ഇതിൽ 4 വസ്തുതയില്ലാത്തതിനാൽ അവസാനിപ്പിച്ചു. പ്രാഥമിക അന്വേഷണം നടന്ന കേസുകളിൽ 6 കൂടി FIR രജിസ്റ്റർ ചെയ്തുവെന്നും പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. സർക്കാരിന്റെ അടക്കം മറുപടിയിലേക്കായി ഹർജി 19ലേക്ക് മാറ്റിയിട്ടുണ്ട്. ഷപ്ന സിയാദുണ്ട്. ഷപ്ന, ഇന്ന് AG പൂങ്കുഴലി ഹാജരായി എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയെ അറിയിച്ചത്? ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ പ്രാഥമിക അന്വേഷണം നടന്നത് 14 കേസുകളാണ്. ഇതിൽ എത്ര എണ്ണത്തിൽ കൂടി പുതുതായി FIR ഇട്ടു? സേതു, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് 32 FIRകൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് അഡ്വക്കേറ്റ് ജനറൽ ഇന്ന് ഹൈക്കോടതിയെ അറിയിച്ചത്. ഇതിൽ 4 വസ്തുതയില്ലാത്തതിനാൽ അവസാനിപ്പിച്ചു എന്നും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. 4 ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് പോലീസ് മേധാവിയുടെ അനുമതിക്കായി വിട്ടിരിക്കുകയാണ് എന്ന വിശദീകരണമാണ് അഡ്വക്കേറ്റ് ജനറൽ ഇന്ന് കോടതിയെ അറിയിച്ചത്. പ്രാഥമിക അന്വേഷണം നടന്ന 14 കേസുകളിൽ 6 കൂടി FIR രജിസ്റ്റർ ചെയ്തു എന്നാണ് സർക്കാരിന്റെ വിശദീകരണം. അതോടൊപ്പം തന്നെ അന്വേഷണ പുരോഗതി അറിയിക്കാനായി ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന G പൂങ്കുഴലി ഇന്ന് കോടതിയിൽ നേരിട്ട് ഹാജരാകുകയും ചെയ്തിരുന്നു. പരാതിക്കാരായ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്ക് സംഘടന നൽകിയ കാരണം കാണിക്കൽ നോട്ടീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. മാർഗരേഖയുമായി ബന്ധപ്പെട്ട് WCC നൽകിയ ഹർജിയിൽ നിർമ്മാതാക്കളുടെ സംഘടന കക്ഷി ചേരുകയും ചെയ്തു. സർക്കാരിന്റെ അടക്കം മറുപടി കേൾക്കുന്നതിനായി 19ാം തീയതിയിലേക്ക് ഈ ഹർജി മാറ്റി. ഇതിനിടെ WCC ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. എല്ലാ പരാതിക്കാരെയും പ്രത്യേക അന്വേഷണ സംഘം ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നതായിരുന്നു WCCയുടെ സംശയം. ശരി സർക്കാർ ഇന്ന് അറിയിച്ചിട്ടുണ്ട്. ശരി ഷപ്ന, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് 32 FIR രജിസ്റ്റർ ചെയ്തു എന്നാണ് അന്വേഷണ സംഘം ഇന്ന് കോടതിയെ അറിയിച്ചത്.